ഹായ് ഹലോ വെൽക്കം ടു വരാന്തരേസ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷൻ. നമ്മളിപ്പോൾ നോക്കുന്നത് സെപ്റ്റംബർ മന്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. എൻ്റെ പേര് ശ്രുതി. ഇന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കാം. സ്പോർട്സ് റിലേറ്റഡ് ആണെങ്കിലും നാഷണൽ അഫയേഴ്സ് ആണെങ്കിലും ഇൻ്റർനാഷണൽ അഫയേഴ്സ് ആണെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് ന്യൂസുകൾ ഇന്ന് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് RRBPയുടെ മെയിൻസ് എക്സാമാണ്. സോ എക്സാമിന് ഇന്ന് 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. അതേപോലെ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വരട്ടെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇന്ന് മെയിൻസ് എക്സാം എഴുതാൻ പറ്റാത്ത കുട്ടികൾ, അതായത് പ്രിലിംസ് ക്വാളിഫൈ ആവാത്ത കുട്ടികൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസ് ഒക്കെ ഉറപ്പായിട്ടും കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അപ്കമിങ് എക്സാംസും ഇന്നത്തെ എക്സാംസിനും എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുന്നു. നമുക്കപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആദ്യത്തെ ന്യൂസ് വന്നിട്ട് നാഷണൽ അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സിനിമ തുടങ്ങുമ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ടൊബാക്കോ യൂസ് കൺസംഷൻ കുറയ്ക്കണം, അതൊക്കെ ഹാംഫുൾ ആണ് എന്നിങ്ങനെ പറഞ്ഞ് തുടങ്ങത്തില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ടൊബാക്കോ ഫ്രീ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആശയം വെച്ച് തന്നെ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്, ടൊബാക്കോ ഫ്രീ യൂത്ത് ക്യാമ്പയിൻ 2.0 എന്നാണ് പറയുന്നത്. സെക്കൻഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെയാണ് അതിന് 2.0 എന്ന് പറയുന്നത്. ടൊബാക്കോ ഫ്രീ യൂത്ത് ക്യാമ്പയിൻ 2.0. ഇത് ഹെൽത്ത് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഏത് മിനിസ്ട്രി ആയിരിക്കും? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർസ് ആണല്ലോ. ഇതിൻ്റെ യൂണിയൻ മിനിസ്റ്റർ അല്ല, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള. യൂണിയൻ മിനിസ്റ്റർ അല്ല ആരാന്ന് എല്ലാവർക്കും അറിയാലോ, JP നാഡയാണ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർസിന്റെ യൂണിയൻ മിനിസ്റ്റർ. എന്നാൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് അധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. പ്രതാപറാവു ഗണപതിറാവു ജാദവ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പ്രതാപറാവു ഗണപതിറാവു ജാദവ്. ഒരിക്കലും നമ്മൾ ഏതെങ്കിലും മിനിസ്റ്റർ നോക്കുവാണെങ്കിൽ അതിന്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആരാൻ ചോദിക്കത്തില്ല, യൂണിയൻ മിനിസ്റ്റർ ആരാൻ ചോദിക്കും. ഇൻഡിപെൻഡന്റ് ചാർജ് അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെങ്കിൽ ഈ പറയുന്ന മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റുകൾ ഏതെങ്കിലും ഇപ്പം ഇതേപോലെ തന്നെ ഒരു ക്യാമ്പയിനാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് മേ ബി ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവൻറ്റിലോട്ട് കിടക്കാം. ഇത് വന്നിട്ട് റീസെൻ്റ് ആയിട്ട് ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൊബാക്കോ ഫ്രീ യൂത്ത് ക്യാമ്പയിൻ 2.0 ആണ്. ഇത് ഒരു 60 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ്. ബേസിക്കലി ഇതിനകത്ത് എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ക്യാമ്പയിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ടൊബാക്കോ യൂസേജ് കുറയ്ക്കുക, കംപ്ലീറ്റ് ആയിട്ട് ടൊബാക്കോ യൂസേജ് എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെ കുറേ ആശയങ്ങളുണ്ട്. ടൊബാക്കോ ഫ്രീ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ് കൊണ്ടുവരിക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തിട്ടാണ് ടൊബാക്കോയുടെ യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ശിക്ഷ കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റൻ ചെയ്യുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ത്രൂ ഈ ടൊബാക്കോ ഫ്രീ ക്യാമ്പയിൻ ഒക്കെ ഒന്നുകൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ടൊബാക്കോ ഫ്രീ വില്ലേജസ് കൊണ്ടുവരിക. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ടൊബാക്കോ ഫ്രീ യൂത്ത് ക്യാമ്പയിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയും. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ പറഞ്ഞ ടൊബാക്കോയുടെ സപ്ലൈ ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ കുട്ടികൾ ടൊബാക്കോ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. അങ്ങനെ പിന്നെ നമ്മൾ പറഞ്ഞ ടൊബാക്കോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൊബാക്കോ കൺസംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിയമ നടപടികൾ കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കുക. പിന്നെ പബ്ലിക് അവയർനെസ് കൊടുക്കുക. പിന്നെ ടൊബാക്കോ ഫ്രീ വില്ലേജസ് കൊണ്ടുവരിക. അങ്ങനെ കുറേ മേഖലയെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഏതൊക്കെ മിനിസ്ട്രീസ് ആയിരിക്കും വരുന്നത്? സ്വാഭാവികമായിട്ടും ഇതെല്ലാം കവർ ചെയ്യുന്ന മിനിസ്ട്രീസ് ഇതിനകത്ത് കവറായി. ഇപ്പം പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് അവയർനെസ് കൊടുക്കുക എന്ന് പറയാം. ഇപ്പം മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമല്ലോ. ഇനി സ്കൂളുകളിൽ ഈ പറഞ്ഞ പുകയില ഉൽപ്പന്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൊബാക്കോ ഫ്രീ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് മിനിസ്ട്രി ആയിരിക്കും? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അവിടെ റോൾ ഉണ്ടല്ലോ. ഇനി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഇതിൻ്റെ ഓവറോൾ മെയിൻ മിനിസ്ട്രി. ഇനി അതേപോലെ തന്നെ വില്ലേജുകളിൽ ടൊബാക്കോ ഫ്രീ വില്ലേജസ് ആക്കുക. അപ്പോൾ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ, അങ്ങനെ കുറേ മിനിസ്ട്രീസ് വരുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്, പിന്നെ സ്പോർട്സ് മേഖലയിലുള്ള അങ്ങനത്തെ മിനിസ്ട്രി ഓഫ് സ്പോർട്സ് വരുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ്, യൂത്തിനും സ്പോർട്സ് അഫയേഴ്സിനും കൂടെ ചേർന്നിട്ട് മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ്. പിന്നെ വേറെന്താ? മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, മിനിസ്ട്രി ഓഫ്
ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, അങ്ങനെ കുറേ മിനിസ്ട്രീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ്റെ ഭാഗമായിട്ടല്ല, പാർട്ടിസിപ്പേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ടൊബാക്കോ ഫ്രീ യൂത്ത് ക്യാമ്പയിൻ അവർ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ ഒരു എയിമാണ് ടൊബാക്കോ ഫ്രീ കൺട്രീസ് ആക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അതിനോടുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യ ഈ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നേക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ടൊബാക്കോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർത്തിക്കോ മക്കളെ. കാരണം ഒരു വർഷം 13 ലക്ഷം ആൾക്കാരാണ് ടൊബാക്കോ യൂസ് കാരണം മരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പം അത് നോട്ട് ചെയ്തോ, വാർണിംഗ് ആണ്, യൂസ് ചെയ്യരുത്. ഓക്കെ, സിമ്പിളായിട്ട് ഇത്രേ പറയാനുള്ളൂ. പിന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. നമ്മളാരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. ചിന്തിക്കുക, പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത്രയും മിനിസ്ട്രീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ആൾക്കാരും ഒരു പ്ലെഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലെഡ്ജ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സേ നോ ടു ടൊബാക്കോ. സേ നോ ടു ടൊബാക്കോ ആണ് ഇത്തവണത്തെ ഈ ഒരു ക്യാമ്പയിൻ്റെ പ്ലെഡ്ജ്. സേ നോ ടു ടൊബാക്കോ എന്നാണ്. ഓക്കെ, ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻസ് ഒക്കെ അവർ ഇതിൻ്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ഇപ്പോൾ നമ്മൾ ഇന്നലെ SOPനെ വെച്ച് പറയാമായിരുന്നല്ലേ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ക്യാമ്പയിൻ വന്നു, അതപ്പോൾ എങ്ങനെ നടപ്പിലാക്കണം, എങ്ങനെയൊക്കെ എഫിഷ്യൻ്റായിട്ട് നടപ്പിലാക്കാം, എന്തൊക്കെയാണ് അതിനകത്ത് കുറേ കാര്യങ്ങൾ, ഇതിങ്ങനത്തെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കവർ ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് എക്സാമിന് പ്രത്യേകിച്ച് ഇതൊക്കെ നോക്കിയാൽ മതി കേട്ടോ. അപ്പം യങ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും അതേപോലെ തന്നെ നമ്മുടെ സിറ്റിസൻസിനൊക്കെ ടൊബാക്കോയുടെ ദോഷവശങ്ങളൊക്കെ മനസ്സിലാക്കുക, അതേപോലെ തന്നെ ടൊബാക്കോ ആക്സസ് കുറയ്ക്കുക, പ്രത്യേകിച്ച് സ്കൂളുകളിൽ. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാനുള്ളത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഇതിൻ്റെ നോഡൽ മിനിസ്ട്രി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ന്യൂസിലോട്ട് പോവാം. പിന്നെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ വിർച്വലി ടൊബാക്കോ സെസേഷൻ സെൻറ്റേഴ്സ് കൂടി അവർ വിർച്വലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സെസേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ് സെസേഷൻ. കണ്ടോ, പുതിയൊരു വൊക്കാബുലറി കൂടി കിട്ടിയില്ലേ. അപ്പോൾ ഒരുപാട് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ടൊബാക്കോ സെസേഷൻ സെൻറ്റേഴ്സ് കൂടി വിർച്വലി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്? ഈ പറയുന്ന പ്രതാപറാവു ഗണപതറാവു ജാദവ് എന്ന് പറയുന്ന യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് അടുത്ത് നമ്മൾ നോക്കാനുള്ളത് ഏരീസും BEL നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ഏരീസ് എന്ന് പറഞ്ഞാൽ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസ് ആണ്. നൈനിറ്റാൽ, അതായത് ഉത്തരാഖണ്ഡിലെ ഒരു സ്ഥലമാണ് നൈനിറ്റാൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഏരീസ് അഥവാ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വന്നെങ്കിൽ അവിടെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റോ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും, ഇലക്ട്രോണിക്സ് ടെക്നോളജി അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും അവിടെ വരുന്നത്. ഇനി ഏരീസ് അഥവാ ഈ പറയുന്ന പോലെ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ വന്നതെന്ന് വെച്ചാൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരുടെ MOU സൈൻ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? സ്പേസ് സിറ്റുവേഷണൽ ഇവിടെ ഉണ്ടല്ലോ, സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈ സ്പേസിൽ ഒരുപാട് ഒബ്ജക്റ്റുകളുണ്ട് അല്ലേ. ഈ പറയുന്ന പോലെ സ്പേസ് ഒബ്ജക്റ്റുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. എന്നാൽ കുറച്ചുകൂടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുവരിക, അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് സ്പേസ് ഒബ്ജക്റ്റിനെ മോണിറ്റർ ചെയ്യുക. പിന്നെന്താ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യുക. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഉള്ള സാറ്റലൈറ്റുകളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റും, സാറ്റലൈറ്റ് യൂസേഴ്സിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് നോക്കാമല്ലോ, ഈ പറയുന്ന സ്പേസ് ഒബ്ജക്റ്റുകളുടെയൊക്കെ പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജസ് കിട്ടുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറേ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വേണം. ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഏരീസും BELും കൂടെ ചേർന്നിട്ട് MOU സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യത്തിലാണ്. ഇതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്തിട്ടാണ് നമ്മൾ 3 വാക്കിൽ സമ്മറൈസ് ചെയ്യുക. അതായത് സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് എന്ന് പറയുന്നതാണ് ഈ മോണിറ്ററിങ്ങും പിന്നെ ഡേറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ രൂപീകരിക്കുന്നതും ഇങ്ങനെ പിന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് കൊണ്ടുവരുന്നത് എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഏരീസും
ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും കൂടെ ചേർന്നിട്ട് MOU സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ സ്പേസ് ടെക്നോളജി എൻഹാൻസ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് എന്താ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു MOU നിങ്ങൾ മറക്കത്തില്ലെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുക, ട്രെയിനിങ്സ് കൊടുക്കുക, ഇതൊക്കെയാണ് ഈ MOUയുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അടുത്ത ന്യൂസ് നമുക്ക് നോക്കാം. CAG ഓഫ് ഇന്ത്യ. CAG ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. എന്താണ് ഈ ഓഡിറ്റിംഗ് അഥവാ എന്താണ് ഈ ഓഡിറ്റർ ജനറലിൻ്റെ ജോലി എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട്. ബേസിക്കലി ഗവൺമെൻറ്റിന് കുറേ റെസീപ്റ്റ്സും കുറേ എക്സ്പെൻഡിച്ചേഴ്സും കുറേ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എക്സ്പെൻഡിച്ചേഴ്സ് വരുമല്ലോ. ഗവൺമെൻറ് ഒരു വരുമാനമുണ്ട്, അതേപോലെ തന്നെ പല കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറേ എക്സ്പെൻഡിച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഓഡിറ്റിംഗ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ കാണുന്ന ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഓക്കെ, ഗിരീഷ് ചന്ദ്ര മുർമു. അപ്പോൾ അദ്ദേഹത്തിന് CAG ഓഫ് ഇന്ത്യ ആണ് അദ്ദേഹത്തിന് വേറൊരു അഡീഷണൽ ചാർജ് കൂടി കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെയാണെന്നറിയോ? ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനായിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെന്നൂർ വന്നിട്ട് 2024 തൊട്ട് 2027 വരെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ടേം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് CAG? ഗവൺമെൻറ്റിൻ്റെ റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു പദവിനെയാണ് നമ്മൾ CAG, അങ്ങനെ ആ ഒരു പൊസിഷനിലുള്ള ആളിലാണ് ബേസിക്കലി CAG എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് കൂടി പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന CAG ഗിരീഷ് ചന്ദ്ര മുർമു ഇനി തൊട്ട് അദ്ദേഹം ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും കൂടി ചെയർമാൻ ആയിരിക്കും. 2024-27 കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും അദ്ദേഹം അവിടെ സെർവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ചെറിയ കോഡ് വേണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണല്ലോ ഇപ്പോൾ പ്രസിഡന്റ് എന്ന് പറയുമ്പം ഏറ്റവും ഉയർന്ന പദവി, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ രാഷ്ട്രപതി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ഉയർന്ന ഒരു പോസ്റ്റിലുള്ള ആളാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറൊക്കെ സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് കൂടി അറിഞ്ഞിരിക്കണം. നിങ്ങൾ ജസ്റ്റ് കോഡിന് വേണ്ടി ഓർത്തിരിക്കുക, പ്രസിഡന്റാണ് ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രസിഡന്റിന് സമയമില്ല, ഒരുപാട് കാര്യങ്ങൾ പ്രസിഡന്റ് ചെയ്യുന്നില്ലേ. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്, ഇത് ദ്രൗപദി മുർമു ആണ് നമ്മുടെ പ്രസിഡന്റ്, ദ്രൗപദി മുർമുവിന് സമയമില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരുടെ റിലേറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഗിരീഷ് ചന്ദ്ര മുർമു പുള്ളിക്കാരുടെ റിലേറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പം ദ്രൗപദി മുർമു അതായത് പ്രസിഡന്റ് പറയുക, എനിക്കിതെല്ലാം കൂടെ നോക്കി നിർത്താൻ സമയമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നീ നോക്കി നിർത്തും മോനെ എന്ന് പറഞ്ഞിട്ട് ആർക്ക് കൊടുത്തു? ഗിരീഷ് ചന്ദ്ര മുർമുവിന് ചുമതല കൊടുത്തു. അപ്പം അദ്ദേഹമാണ് CAG ഓഫ് ഇന്ത്യ. അതാണ് ഈ ഒരു ഫിഗറിനകത്ത്. ഈ ഫിഗർ തന്നെ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ, ലെഫ്റ്റ് സൈഡിൽ ആര്? ദ്രൗപദി മുർമു ഉണ്ട്, റൈറ്റ് സൈഡിൽ ഗിരീഷ് ചന്ദ്ര മുർമു ഉണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിക്കുക. 16th ASO SAI അസംബ്ലിയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ASO SAI എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, മറക്കരുത് കേട്ടോ. ചെറിയൊരു കോഡൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ എഡിഷൻ ഓർത്തിരിക്കുക, 16ാമത്തെ അസംബ്ലി ആയിരുന്നു ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആരെങ്കിലും ഇപ്പം ഇനി CAG എന്ന് പറഞ്ഞാൽ അല്ലെ ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയണം കേട്ടോ. അടുത്ത് നമുക്ക് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് നോക്കാം. ത്രിപുരയുടെ CM ആണ് മാണിക് സാഹ. ഓക്കെ, ത്രിപുര CM മാണിക് സാഹ. അദ്ദേഹം റീസെൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ബാക്കപ്പ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. അവരാണ് ഇതിൻ്റെ മെയിൻ ഫണ്ടിങ് ഒക്കെ കൊടുത്തേക്കുന്നത്. 530 കോടി രൂപ വാല്യൂ ഉള്ള വെർത്തായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ത്രിപുരയിൽ വരുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റാണ്? ത്രിപുരയിലെ വാട്ടർ സപ്ലൈ, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൊക്കെയാണ് വാട്ടർ സപ്ലൈ മേഖലയിൽ ആ ഒരു പ്രൊജക്റ്റിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ചെറുതായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഈ പറയുന്ന പോലെ ലീക്കൊക്കെ വരത്തില്ലേ, വാട്ടർ ലീക്ക് വരും, അത് അല്ലെങ്കിൽ എന്തെങ്കിലും എഫിഷ്യൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വാട്ടർ ലോസ് സംഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാട്ടർ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല മോഡേൺ ടെക്നോളജിയൊക്കെയാണ് അവർ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്.
ഓക്കെ. സോ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ഇതിനകത്ത് ഫണ്ട് കൊടുക്കുന്നത്. അപ്പം ഉടായ്പ പരിപാടിയൊന്നും നടത്താൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള വാട്ടർ വേസ്റ്റേജ് മിനിമൈസ് ചെയ്യാനും അല്ലെങ്കിൽ വാട്ടർ ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര മോഡേൺ ടെക്നോളജി ഒക്കെയാണ് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് ഈ പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും അല്ലെങ്കിൽ ഫിക്സ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് മോഡേണൈസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പുതിയ എന്താ പറയുക വാട്ടർ സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെയാണ് ത്രിപുരയിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ്. ഇത്രയും വലിയ പ്രൊജക്റ്റ് അല്ല, അപ്പോൾ ത്രിപുരയുടെ CM ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. ത്രിപുരയുടെ CM ആണ് മാണിക് സാഹ. അങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ആ ഒരു എമൗണ്ട് കൂടി ഓർത്തിരിക്കണേ. 530 കോടി രൂപയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് നോക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ത്രിപുരയിൽ ഓൾറെഡി ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അർബൻ ഡെവലപ്മെൻറ്റ് സ്കീം അഥവാ മുഖ്യമന്ത്രി നഗർ ഉന്നയൻ പ്രകൽപ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പോയിന്റ് കൂടിയാണ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈയുടെ പ്രോപ്പർ മാനേജ്മെൻറ്റ്. അപ്പോൾ ത്രിപുരയിലെ 12ഓളം സിറ്റീസിലായിരിക്കും ഈ ഒരു പ്രോജക്റ്റ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ അവർ ADB തന്നെ 330 കോടി രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം കംപ്ലീറ്റ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് വന്നിട്ട് 530 കോടിയാണ്. കംപ്ലീറ്റ് ഫണ്ടിങ്ങും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 12 സിറ്റീസ് എന്ന് പറയുമ്പം ഇതൊക്കെയാണ്: കോവായ്, മോഹൻപൂർ, റാണിർ ബസാർ എന്നൊക്കെ പറയുന്ന, അംബാസ എന്നൊക്കെ പറയുന്ന കുറേ ഈ പറയുന്ന 12 പേരൊന്നും അങ്ങനെ ചോദിക്കത്തില്ല, എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ന്യൂസിനകത്ത് നോക്കാനുള്ള. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മുഖ്യമന്ത്രി നഗർ ഉന്നയൻ പ്രകൽപ എന്ന് പറയുന്ന സ്കീം ഏത് സംസ്ഥാനത്തിൻ്റെ ആണെന്ന് ചോദിക്കും. എവിടത്തെയാ? നമ്മൾ ഏത് ന്യൂസ് പഠിച്ചപ്പോഴേ ഇതിൻ്റെ കാര്യം പറഞ്ഞത്? ത്രിപുരയുടെ വാട്ടർ സപ്ലൈ, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള സ്കീം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഓർമ്മ വെച്ചിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ന്യൂസിനകത്ത് നോക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ബാങ്ക് ഓഫ് ബറോഡയും ഈസ് മൈ ട്രിപ്പ്. നമ്മൾ ഇന്നാൾ സ്കാൻ മൈ ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. സ്കാൻ മൈ ട്രിപ്പ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഈസ് മൈ ട്രിപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതേ ഈസ് മൈ ട്രിപ്പും ബാങ്ക് ഓഫ് ബറോഡയും കൂടെ ചേർന്നിട്ട് ഒരു ട്രാവൽ ഡെബിറ്റ് കാർഡാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിനകത്ത് അധികം ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാർഡിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ബാങ്ക് ഓഫ് ബറോഡ ഈസ് മൈ ട്രിപ്പ് ഡെബിറ്റ് കാർഡ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അത് ആ പേര് കാണുമ്പോൾ തന്നെ അറിയാം ഏത് ബാങ്കും ഏത് പ്ലാറ്റ്ഫോമും കൂടെ ചേർന്നിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തേക്കുന്നതെന്ന്. ഓക്കെ, ഈസ് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമാണ്. ബാങ്ക് ഓഫ് ബറോഡയും കൂടെ ചേർന്നിട്ടാണ് ബാങ്ക് ഓഫ് ബറോഡ ഈസ് മൈ ട്രിപ്പ് ഡെബിറ്റ് കാർഡ് അവർ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഈസ് മൈ ട്രിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോം ആണല്ലോ. ഈസ് മൈ ട്രിപ്പുമായിട്ട് ആദ്യമായിട്ടാണ് ഒരു ബാങ്ക്, ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ഒരു ഡെബിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നേക്കുന്നത്. ഓക്കെ, കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രാൻഡുകളാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് ബാങ്ക് ഓഫ് ബറോഡ ഓൾറെഡി ഒരു ബ്രാൻഡാണ്, പിന്നെ ഈസ് മൈ ട്രിപ്പ് അതും ഒരു ബ്രാൻഡാണ്. അതിനെയാണ് നമ്മൾ രണ്ട് ബ്രാൻഡും കൂടെ ചേർന്നിട്ട് ലോഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോ ബ്രാൻഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസ് മൈ ട്രിപ്പിൻ്റെ കൂടെ ഒരു കോ ബ്രാൻഡഡ് ട്രാവൽ ഡെബിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുന്ന ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ബാങ്ക് ഓഫ് ബറോഡയാണ്. അത് ചിലപ്പം ബാങ്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും അത്രയേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ന്യൂസുകളൊന്നും അല്ല. അടുത്തത് ഇതേപോലെ തന്നെ റേറ്റ് മാത്രം നോക്കേണ്ട കാര്യമാണ്. മൂഡി എന്ന് പറയുന്ന ഒരു മൂഡി റേറ്റിംഗ് ഉണ്ട്. അവരിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കലണ്ടർ ഇയർ ആണ് പറയുന്നത്, ഫിനാൻഷ്യൽ ഇയർ. FY അല്ല, CY ആണ് കലണ്ടർ ഇയർ. കലണ്ടർ ഇയർ എന്ന് പറയുമ്പോൾ ജനുവരി തൊട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ ഡിസംബർ വരെ, അതിനാണ് നമ്മൾ കലണ്ടർ ഇയർ എന്ന് പറയുന്നത്. എന്നാൽ എന്താ പറയുക, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1-നാണല്ലോ. കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ച ജനുവരി, ഫെബ്രുവരി. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞു വന്നേ, CY 24-ൻ്റെ GDP ഫോർകാസ്റ്റിംഗ് മൂഡി റേറ്റിംഗ് ചെയ്തേക്കുന്നത് വന്നിട്ട് 7.1% അവരിപ്പോൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത് ആ ഒരു റേറ്റ് മാത്രം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ CY 25-ൽ അവർ 6.5% എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് കലണ്ടർ ഇയർ 2024-ലെ GDP 7.1%-ഉം കലണ്ടർ ഇയർ 2025-ലെ GDP 6.5% ആകുമെന്നും ആര് പറഞ്ഞിട്ടുണ്ട്? മൂഡീസ് റേറ്റിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ,
അത്ര ആ 2 റേറ്റ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വേറെ ഒന്നും അതിനകത്ത് നിങ്ങൾ തല പോങ്ങി പഠിക്കേണ്ട ആവശ്യമില്ല. വേറെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. എന്തിനാ ഈ മനസ്സിലാവാത്ത സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ സമയം കളയുന്നത്? അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ടേക്ക്, അത്രേ ഉള്ളൂ. പഠിക്കാൻ പറ്റുമെങ്കിൽ ആ 2 റേറ്റുകൾ പഠിക്കുക. അതിനപ്പുറത്തേക്കൊന്നും വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് ഒരു അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ ന്യൂസ് ആണ്. ഇന്ത്യൻ ആക്ട്രസ് ആയിട്ടുള്ള അനുഷ്ക സെന്നിൻ്റെ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അനുഷ്ക സെന്നിനെ അറിയായിരിക്കും. ഓക്കെ. പുള്ളിക്കാരി കുറേ പ്രത്യേകതയൊക്കെ ഉണ്ട്, പറയാം. എന്താ പറയുക, കൊറിയൻ ടൂറിസത്തിൻ്റെ അംബാസിഡറൊക്കെയാണ് ഈ കാണുന്ന ഇന്ത്യൻ ആക്ട്രസ് ആയിട്ടുള്ള അനുഷ്ക സെൻ. ഓക്കെ. അപ്പോൾ എന്താ കൊറിയൻ ടൂറിസം അല്ലെങ്കിൽ കൊറിയൻ കൾച്ചർ, ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഇന്ത്യയും കൊറിയയും കൂടെ, നോർത്ത് കൊറിയ അല്ല സൗത്ത് കൊറിയ, ഇന്ത്യയും സൗത്ത് കൊറിയയും കൂടെ ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക, ആ ഒരു കൾച്ചറൽ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ ഒരുപാട് കോൺട്രിബ്യൂഷൻസും ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിൽ അനുഷ്ക സെന്നിന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു ഓണർ കിട്ടിയേക്കുന്നത്. സൗത്ത് കൊറിയ ഗവൺമെൻറ് ആണ് ഒരു ഓണർ കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് ന്യൂസിനകത്ത് നോക്കാനുള്ളത് കേട്ടോ. അവരുടെ ആ ഒരു എക്സെപ്ഷണൽ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ആക്ട്രസ് അനുഷ്ക സെന്നിന് സൗത്ത് കൊറിയ ഗവൺമെൻറ് എന്താ പറയുക, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ അവാർഡ് കൊടുക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ, വ്യക്തിയുടെ പേരൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഹ്യൂൻ വു കിം എന്ന് പറയുന്ന വ്യക്തിയാണ് അതിനകത്ത് പറയുന്നത്. അപ്പം അതൊന്നും നോക്കത്തില്ല, ഈ ഒരു പേര് ഓർത്തിരിക്കുക. അനുഷ്ക സെൻ ഏത് ഗവൺമെൻറ് ആണ് ഈ പറഞ്ഞ ഇന്ത്യ കൊറിയ പബ്ലിക് റിലേഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ കൊറിയ പബ്ലിക് റിലേഷൻ സ്ട്രെങ്തൻ ചെയ്തതിൻ്റെ ബേസിസിൽ ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് കൊടുത്തത് ഏത് രാജ്യമാണ്, അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണിത് കൊടുത്തത് എന്നുള്ളതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അല്ലെങ്കിൽ കൊറിയൻ ടൂറിസത്തിൻ്റെ അംബാസിഡർ ആയിട്ടുള്ള ഇന്ത്യൻ വ്യക്തി ആര്, അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ചാൻസേ ഉള്ളൂ. ഓക്കെ. അടുത്തത് വന്നിട്ട് നാൽക്കോയിൻ്റെ ഫുൾ ഫോം പറയാം. നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് ആണ്. നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ്. ഓക്കെ. അതിൻ്റെ പുതിയ CMD ആയിട്ട്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് വന്നേക്കുന്ന വ്യക്തിയുടെ പേരാണ് ബ്രിജേന്ദ്ര പ്രതാപ്. ഓക്കെ. ബ്രിജേന്ദ്ര പ്രതാപ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നാൽക്കോ അലൂമിനിയത്തിൻ്റെ എന്ന് പറഞ്ഞല്ലോ. അലൂമിനിയം വെച്ചിട്ട് നമ്മളൊരു ബ്രിഡ്ജ് പണിയുന്നു. ഇത് ബ്രിഡ്ജാന്ന് വിചാരിക്കുക, ഏണിയാന്ന് വിചാരിക്കല്ലേ. ഓക്കെ. ഏണിയാന്ന് വിചാരിച്ചാൽ കോഡ് കണക്ട് ചെയ്യാൻ കിട്ടത്തില്ല. അപ്പോൾ ഇതൊരു ബ്രിഡ്ജാന്ന് വെക്കുക. അപ്പോൾ അലൂമിനിയം വെച്ചിട്ട് ഞാനിവിടെ എഴുതി വെച്ചേക്കാം. നിങ്ങൾ ആരെങ്കിലൊക്കെ വിചാരിക്കും ഇത് അലൂമിനിയം എന്ന് പറയണമെങ്കിൽ എഴുതി വെക്കണമല്ലോ, അല്ലെ ബ്രിഡ്ജാന്ന് പറയണമെങ്കിൽ എഴുതി വെക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചത്. അപ്പോൾ അലൂമിനിയം വെച്ചിട്ടൊരു ബ്രിഡ്ജ് ഞാനിവിടെ പണിയും. ഓക്കെ. അപ്പോൾ അലൂമിനിയം ആയതുകൊണ്ട് നാൽക്കോ എന്ന് കണക്ട് ചെയ്യുക. നാഷണൽ അലൂമിനിയം കമ്പനി എന്നല്ലേ നാൽക്കോൻ്റെ ഫുൾ ഫോം വന്നിട്ട്. ബ്രിഡ്ജ് അല്ല പണിയേക്കുന്നത്. അപ്പോൾ ബ്രിജേന്ദ്ര പ്രതാപ്, നല്ല പ്രതാപത്തിലുള്ള ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് പണിങ്ങി വെച്ചു അലൂമിനിയം വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ ബ്രിജേന്ദ്ര പ്രതാപ്, മറക്കത്തില്ലല്ലോ. നാൽക്കോയിൻ്റെ CMD എന്ന് പറയുന്നത് ബ്രിജേന്ദ്ര പ്രതാപാണ്. ഓക്കെ. ശരി. ചിലർക്ക് കോഡ് അങ്ങോട്ട് വഴങ്ങത്തില്ല. അങ്ങനെയുള്ളവർ നിങ്ങൾ എൻ്റെ കോഡ് കേൾക്കുക ചെയ്യൽ, നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോവാം. ചിലർക്ക് കോഡ് ഉണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഇപ്പം എന്നെ പോലെയൊക്കെ ഉള്ള പാവങ്ങൾക്ക് കോഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല കുറേ നാളത്തേക്ക് ഓർമ്മ നിൽക്കും. അറ്റ്ലീസ്റ്റ് മറക്കുവാണെങ്കിലും ഓപ്ഷൻ കാണുമ്പോഴേലും നമുക്ക് ഓർമ്മ വരും, ഓക്കെ അന്നൊരു കോഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ എൻ്റെ വൈബിലുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എൻ്റെ വൈബിലല്ലാത്തൊരു ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കളയാം. കാരണം അവർ മര്യാദയ്ക്ക് പഠിച്ചോളും. മേ ബി എൻ്റെ കോഡ് കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾ പഠിച്ചതോടെ ചിലപ്പോൾ മറക്കും. ഓക്കെ. അപ്പോൾ നാൽക്കോ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് ആണ്. ഒഡീഷ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. 1981 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാൽക്കോ എസ്റ്റാബ്ലിഷ് ചെയ്ത 1981 ആണ്. ഓക്കെ. ഒഡീഷയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതിൻ്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് ബ്രിജേന്ദ്ര പ്രതാപ് സിംഗ്. അദ്ദേഹം നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് CMD ഒക്കെ ആവത്തുള്ളൂ. അപ്പം അദ്ദേഹം ആരെ റീപ്ലേസ് ചെയ്താന്ന് പറഞ്ഞില്ലല്ലോ. ശ്രീധർ പത്ര എന്ന് പറയുന്ന വ്യക്തിയെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആര് വരുന്നത്, ബ്രിജേന്ദ്ര പ്രതാപ് സിംഗ് വരുന്നത്. അതായത് ആദ്യം അലൂമിനിയം വെച്ചിട്ടുള്ള പാത്രമായിരുന്നു. ഓക്കെ. അപ്പോൾ അലൂമിനിയം വെച്ചിട്ടുള്ള പാത്രം യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങ് എടുത്ത് മാറ്റി പകരം എന്ത് ചെയ്തു, അലൂമിനിയം വെച്ചിട്ടുള്ള ബ്രിഡ്ജ് പണിയും. അപ്പോൾ ശ്രീധർ പാത്ര റീപ്ലേസ് ചെയ്തിട്ട് ആര് വരും, ബ്രിജേന്ദ്ര പ്രതാപാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ CMD ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 1 ഇദ്ദേഹം വരത്തുള്ളേ. ഒക്ടോബർ 31 വരെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ പറഞ്ഞ ശ്രീധർ പാത്രയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്ത് വന്നിട്ട് ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ എഴുതുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയുള്ളൂ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് വന്ന വ്യക്തിയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് രണ്ട് പേരുടെയും കൂടെ ഫോട്ടോ ഉള്ളത് വെച്ചേക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നത് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? അനുരാഗ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അനുരാഗ് കുമാർ ദിസനായക എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അനുരാഗ് കുമാർ ദിസനായക. ഓക്കെ, ഇത് പ്രസിഡന്റ്. ഇപ്പം നമ്മൾ നോക്കുന്നത്, ഇത് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, 2 ദിവസം മുന്നേ പഠിച്ചതാ. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീലങ്കയുടെ 16ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് വരുന്നത്, ഹരിണി അമരസൂര്യ. ഓക്കെ, ഹരിണി അമരസൂര്യ എന്നാണ് ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്ററിന്റെ പേര്. 16ാമത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. ദിനേശ് ഗുണവർദ്ധനേനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ദിനേശ് ഗുണവർദ്ധനേനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആര് വരുന്നത്? ഹരിണി അമരസൂര്യ വരുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ ആവുന്ന 3ാമത്തെ വനിതയാണ് ഹരിണി അമരസൂര്യ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രീലങ്കയുടെ 3ാമത്തെ വനിതാ പ്രൈം മിനിസ്റ്റർ ആണ് ഹരിണി അമരസൂര്യ. ഓക്കെ, പിന്നെ ബാക്കി 2 ആൾക്കാരുടെ പേര് സിരിമാവോ ബന്ദരനായികെ, അടുത്ത ചന്ദ്രിക കുമാരതുംഗ. ഞാൻ വേറെ ഏതോ ഭാഷ പറയുന്ന പോലെ ഉണ്ട്, ക്ഷമിക്കുക. ഇത് പഠിക്കണമെന്നൊന്നും ഇല്ല. ഇന്ത്യയുടെ ആയിരുന്നെങ്കിൽ പഠിക്കേണ്ടി വന്നേനെ കേട്ടോ. ഇപ്പം ശ്രീലങ്കയുടെ ആയതുകൊണ്ട് 3ാമത്തെ ആണെന്നും ഇപ്പോഴത്തെ പേരും ആരെ റീപ്ലേസ് ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെയാണ് പ്രസിഡന്റ് അവിടെ വന്നതും, അദ്ദേഹത്തിന്റെ പേരും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ശ്രീലങ്കയുടെ ക്യാപിറ്റലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? 2 ക്യാപിറ്റലുണ്ട്. ഒന്ന് ശ്രീ ജയവർദ്ധനപുരി കോട്ട, അത് വന്നിട്ട് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലാണ്. പിന്നെ അടുത്തത് കൊളംബോ ആണ്. കൊളംബോ എക്സിക്യൂട്ടീവ് ക്യാപിറ്റലും അതേപോലെ തന്നെ ജുഡീഷ്യൽ ക്യാപിറ്റലുമാണ് കൊളംബോ. ഓക്കെ, റുപ്പി കറൻസി വന്നിട്ട് ശ്രീലങ്കൻ റുപ്പിയാണ്. ശ്രീലങ്കൻ റുപ്പിയാണ് കറൻസി. ഓക്കെ, പ്രസിഡന്റ് അനുരാഗ് കുമാർ ദിസനായക. ഓക്കെ, അടുത്ത് വന്നിട്ട് ഇനി 2 ന്യൂസും കൂടെ ഉള്ളേ. അടുത്ത് വന്നിട്ട് ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് 44ാമത്തെ ചെസ് ഒളിമ്പിയാഡ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, FIDA എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആണ്. FIDA 45th എഡിഷൻ ആണ് FIDE ചെസ് ഒളിമ്പിയാഡ്. ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ബൈനിലായിട്ടാണ് നടത്തുന്നത്. 2022ലാണ് ലാസ്റ്റ് നടന്നത്. അന്ന് നമ്മുടെ ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ വെച്ചിട്ടായിരുന്നു. തമ്പി എന്ന് പറയുന്നതൊക്കെ ആയിരുന്നു അന്നത്തെ ഈ പറഞ്ഞ ഒളിമ്പിയാഡിന്റെ മാസ്കോട്ട്. ഓക്കെ, ഇത്തവണത്തെ മാസ്കോട്ട് ഞാൻ എങ്ങും കണ്ടില്ല. കുറെ സെർച്ച് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തവണത്തെ ചെസ് ഒളിമ്പിയാഡിന്റെ മാസ്കോട്ട് എന്താന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്കും എനിക്കൊന്ന് ഒരു ഉപകാരമാകും. ഓക്കെ, അപ്പോൾ തമ്പിയാണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമ്മൾ പാരീസ് ഒളിമ്പിക്സിൽ ഒളിമ്പിക് ഫ്രിഡ്ജസ് ആണ് മാസ്കോട്ട് എന്ന് പറഞ്ഞില്ലേ, ഒരു ചിഹ്നം പോലെ, ഒരു സിമ്പിൾ പോലെ. അപ്പോൾ ഇത്തവണത്തെ മാസ്കോട്ടിനെ ഒന്നും എവിടെ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ പക്ഷേ എവിടെ നടന്നെന്നുള്ളത് നോക്കുക. ഹംഗറിയുടെ ക്യാപിറ്റലാണ് ബുഡാപെസ്റ്റ്. അവിടെ വെച്ചിട്ടാണ് 45th എഡിഷനാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, റീൽസിനകത്തും ന്യൂസിനകത്തൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്നാലും നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയാണ് ഈ ഒരു ഒളിമ്പിയാഡ് വിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. 2 സെഷനായിട്ടാണ് ഈ പറഞ്ഞ ചെസ് ഒളിമ്പിയാഡ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ഓപ്പൺ സെഷനും പിന്നെ ഒന്ന് വുമൻ സെഷനും. ഓപ്പൺ സെഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്ക് വേണേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിപ്പോൾ അമച്ചർ ആണെങ്കിലും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണെങ്കിലും എന്താ പറയുക, നല്ല റേറ്റിംഗ് ഉള്ള ഒരു ചെസ് പ്ലെയർ ആണെങ്കിലും അങ്ങനെ ഗ്രാൻഡ് മാസ്റ്റർ, അതങ്ങനെ ഒരു എന്താ പറയുക, ഒരു മാനദണ്ഡങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഓപ്പൺ സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ സെഷനിലും പിന്നെ അതേപോലെ തന്നെ വുമൻ സെഷനിലും 2ലും ഗോൾഡ് മെഡൽ കിട്ടിയേക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാണ്. ഓക്കെ, അപ്പോൾ രണ്ടും ഓപ്പൺ സെഷനും വുമൻ സെഷനും 2ലും ഗോൾഡ് മെഡൽ കിട്ടുന്നവർക്ക് ഓരോ മെഡൽ കൊടുക്കുന്നുണ്ട്. ഇത് 2ലും ടോപ്പിൽ നിൽക്കുന്ന രാജ്യത്തിനാണ് ബെസ്റ്റ് പെർഫോമൻസ്. ഇത് 2ഉം കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന രാജ്യത്തിനാണ് നമ്മൾ ഗപ്രിന്ദാശ്വലി കപ്പ് എന്നൊക്കെ പറയും. അതും നമ്മുടെ ഇന്ത്യക്ക് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓപ്പൺ സെഷനിലും ടീം ഇന്ത്യ തന്നെയാണ് ജയിച്ചേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹാമിൽട്ടൺ റിസൽ കപ്പാണ്
ഹാമിൽട്ടൺ റിസൽ കപ്പാണ് ഇന്ത്യക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ സെക്കൻഡ് കിട്ടിയേക്കുന്നത് USA ആണ്. തേർഡ് കിട്ടിയേക്കുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. ഓക്കെ, ഗോൾഡ് മെഡൽ ഇന്ത്യക്കാണ് കിട്ടിയത്, സിൽവർ US-നും, ബ്രോൺസ് വന്നിട്ട് ഉസ്ബെക്കിസ്ഥാനുമാണ്. ഇന്ത്യക്ക് ഹാമിൽട്ടൺ റിസൽ കപ്പ് കൂടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വുമൻ സെഷൻ നോക്കുവാണെങ്കിൽ ഇന്ത്യക്കാണ് അവിടെയും ഗോൾഡ് മെഡൽ കിട്ടിയേക്കുന്നത്. സിൽവർ മെഡൽ കിട്ടിയേക്കുന്നത് കസാഖിസ്ഥാനാണ്. ഇനി ബ്രോൺസ് കിട്ടിയേക്കുന്നത് US-നാണ്. ഇന്ത്യ ഗോൾഡ് കിട്ടിയോണ്ട് തന്നെ ഇന്ത്യക്ക് വേറെ മെൻഷിക് കപ്പ് കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് ഓരോ കപ്പിന്റെ കൂടെ പേര് പഠിക്കണേ. പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ സെഷനിലും വുമൻ സെഷനിലും ഗോൾഡൻ മെഡൽ കിട്ടിയോണ്ട് തന്നെ ഇന്ത്യക്ക് എന്താ ഒരു കപ്പ് കൂടി ഉണ്ട്. അതായത് ഈ ഞാൻ ഇവിടെ എഴുതാം, ഗ്യാപ്രിൻഡാഷ്വിലി കപ്പ് എന്ന് പറയും. ഓക്കെ, ഈ ഗ്യാപ്രിൻഡാഷ്വിലി കപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സെഷനിലും വുമൺ സെഷനിലും രണ്ടിലും ഒരുപോലെ തന്നെ നല്ല ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന രാജ്യത്തിനാണ് ഈ പറഞ്ഞൊരു സ്പെഷ്യൽ ട്രോഫി കൊടുക്കുന്നത്. അപ്പോൾ ഇത്തവണ രണ്ടിലും ഗോൾഡ് കിട്ടിയേക്കുന്നത് നമ്മുടെ ഇന്ത്യക്കായതുകൊണ്ട് ഹാമിൽട്ടൺ റിസൽ കപ്പും വേറെ മെൻഷിക് കപ്പും അതിൻ്റെ ഒപ്പം തന്നെ ഗ്യാപ്രിൻഡാഷ്വിലി കപ്പും ഇന്ത്യക്ക് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അതും ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുണ്ടായിരുന്നത്. ഓക്കെ, ഈ ചെസ് ഒളിമ്പ്യാഡ് ആദ്യമായിട്ട് വന്നത് ഏത് വർഷമാണെന്നറിയോ? ആദ്യമായിട്ട് വന്ന വർഷം 1924 ആണ്. 1924 ആദ്യമായിട്ട് ചെസ് ഒളിമ്പ്യാഡ് വന്നത് പാരീസിലായിരുന്നു. പാരീസിലാണ് ആദ്യത്തെ എഡിഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ നടന്നത് 45ാമത്തെ എഡിഷനാണ്. 44ാമത്തെ എഡിഷൻ ഇന്ത്യയിലെ തമിഴ്നാട്ടിലായിരുന്നു അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ന്യൂസ്. നിങ്ങൾക്ക് നിങ്ങൾ ഈ എക്സ്ട്രാ വരുന്ന പോയിന്റ് ഒക്കെ എഴുതിയെടുക്കണേ. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പഠന രീതി എനിക്കറിയൂടാ. എങ്ങനെയാണെങ്കിലും നിങ്ങൾ കൂടെ റിവൈസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങളിപ്പോൾ ഈ കഷ്ടപ്പെട്ടിരിക്കുന്നതിനൊരു അർത്ഥം വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് സെഷൻ ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ജസ്റ്റ് നിങ്ങൾ റിവൈസ് ചെയ്തെടുക്കുക. നമ്മൾ സ്പോർട്സ് ആണെങ്കിലും അതേപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ആണെങ്കിലും പിന്നെ നാഷണൽ അഫയേഴ്സ് ആണെങ്കിലും എക്കണോമി ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും കുറച്ചധികം ന്യൂസുകൾ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഹോംവർക്ക് ഞാൻ തരാം. നമ്മുടെ CAG ഓഫ് ഇന്ത്യ ആരാന്ന് പറയാം. ഓക്കെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റിംഗ് ജനറൽ ഓഫ് ഇന്ത്യ ആരാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലൈവ് സെഷൻ കാണുന്നവർ ലൈവിൽ കമൻറ്റ് ചെയ്യുക. ഇനി അതല്ല റെക്കോർഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു കമൻറ്റ് ഏരിയയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ആൻസറാണ്, ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു തന്നതുമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മനസ്സ് പോലെ ഇരിക്കും ഒരു കമൻറ്റ് തരുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തേക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. നിങ്ങൾക്ക് എല്ലാവർക്കും സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് തൽക്കാലം ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാറായി. നമുക്ക് നാളെ ഇതേപോലെ തന്നെ രാവിലെ 7 മണിക്ക് കാണാം. സോ അതുവരേക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.